2025 ആയി ഒരു 7 മാസം കഴിഞ്ഞ്. എന്നാലും ഞാൻ തയ്യൽ കൂലിയൊന്നും കൂട്ടിയിട്ടുണ്ടായില്ലായിരുന്നു. ഞാൻ ലൈനിങ് ഉള്ളൊരു ചുരിദാർ അടിക്കണതിന് മേടിച്ചുകൊണ്ടിരുന്നത് 350 രൂപയാണ്. ടൗണിലൊക്കെ ചുരിദാർ അടിക്കണതിന് 500 550 രൂപയൊക്കെ ഉണ്ട്. ടൗണിൽ 500 550 ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ 350 മേടിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നഷ്ടമാണല്ലോ. അപ്പോൾ ചാർജ് കൂട്ടാതെ ഇനി പറ്റില്ലല്ലോ. ഒരു 400 രൂപ സാധാ ചുരിദാർ അടിക്കണേനും പിന്നെ പെൻസിൽ ബോട്ടുള്ള ചുരിദാർ അടിക്കുമ്പോൾ 450 മേടിക്കാമെന്ന്. ലൈനിങ് ഇടാതെ ഒരു ചുരിദാർ അടിക്കണമ്പോൾ 350 മേടിക്കാം. ഇങ്ങനെ ചാർജ് മേടിക്കണത് ഒരു യു കഴുത്തോ അല്ലെങ്കിൽ ചതുരക്കഴുത്തോ ഒക്കെ ആണെങ്കിൽ മാത്രമാണ് അങ്ങനെ മേടിക്കുകയുള്ളൂ. അവർ കഴുത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ, വേറെ എന്തെങ്കിലുമൊക്കെ ഡിസൈനൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സമയം കൂടുതൽ എടുക്കുകയാണെങ്കിൽ ആ സമയം കൂടുതൽ സമയത്തിൻ്റെ അനുസരിച്ചുള്ള പൈസ ഞാൻ കൂടുതൽ മേടിക്കും. നേരത്തെയൊക്കെ എൻ്റെ കയ്യിൽ ചുരിദാർ അടിക്കാൻ തന്നുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ റെഡിമെയ്ഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റെഡിമെയ്ഡ് എടുക്കുമ്പോൾ എന്താ തയ്യൽ കൂലി 300 രൂപ 350 രൂപയൊക്കെ ഉള്ള ഇതിൽ ഒരു 650 രൂപയ്ക്കൊക്കെ അവർക്ക് റെഡിമെയ്ഡ് ചുരിദാറുകളൊക്കെ കിട്ടും. 650 700 1000 രൂപയിൽ താഴെ. അത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് അതാണ് ലാഭം എന്നാണ് പറയണത്. ഇനി അതിൻ്റെ മെറ്റീരിയൽ എടുക്കണം, ലൈനിങ് എടുക്കണം, പിന്നെ സ്റ്റിച്ചിങ് ചാർജും തരണം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്കൊരു 1500 രൂപയൊക്കെ ആവും എന്നാണ് പറയുന്നത്. ഇതാകുമ്പോൾ ഒരു 1000 രൂപയിൽ നല്ല ചുരിദാറൊക്കെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടുമിക്കവരൊക്കെ 1000 രൂപയ്ക്ക് ചുരിദാർ എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറേ തയ്യലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കഴുത്തിൽ പൈപ്പിംഗ് പിടിപ്പിക്കുന്നതിന് ഒരു 20 രൂപയൊക്കെ കൂടുതൽ മേടിക്കും. കഴുത്തൊക്കെ വേറെ രീതിയിലൊക്കെ വരുമ്പോൾ നമുക്കതിന് കുറച്ച് സമയമൊക്കെ എടുക്കും. അതിൻ്റേതായ ചാർജ് നമ്മൾ കൂടുതൽ മേടിക്കും. കഴുത്തിലൊക്കെ ഇങ്ങനെ മുത്തൊക്കെ പിടിപ്പിക്കുന്നതിന് ഒരു 100 150 രൂപയൊക്കെ കൂടുതൽ മേടിക്കും. കോളർ വെച്ചിട്ടുള്ള ചുരിദാർ ടോപ്പാണ് അടിക്കണമെങ്കിൽ നമുക്കതിൻ്റെ കോളർ വെട്ടിയെടുക്കാനും പിന്നെ അത് കഴുത്തിലേക്ക് കറക്റ്റായിട്ട് പിടിപ്പിച്ച് ഒക്കെ വരണമല്ലോ. അത് ചെറിയ അളവൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ പീസൊക്കെ നമ്മൾ കളയേണ്ടി വരും. അപ്പോൾ അത് അത്ര കറക്റ്റാക്കി വെട്ടിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് അതിന് കുറച്ച് സമയം എടുത്താലാണ് അതിങ്ങനെ നമുക്കത് കറക്റ്റ് അളവിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് നമ്മളതിനുള്ള ചാർജൊക്കെ കൂടുതൽ മേടിക്കും. ലൈനിങ് ഇട്ടൊരു ചുരിദാർ അടിക്കണേനും ലൈനിങ് ഇട്ടൊരു ബ്ലൗസ് അടിക്കണേനും ഒരേ ചാർജ് തന്നെ മേടിക്കാറ്, 350. അപ്പോൾ ചുരിദാർ അടിക്കണേന് 400 രൂപയാക്കുമ്പോൾ ലൈനിങ് ഇട്ട് ബ്ലൗസ് അടിക്കണേന് 400 രൂപ തന്നെ ആക്കും. വെഡ്ഡിങ് ബ്ലൗസ് അടിക്കുന്ന സമയം നമ്മൾ കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടായിരിക്കും, വളരെ ക്ഷമയോടെയൊക്കെ ആയിരിക്കും അടിക്കുക. പെട്ടെന്ന് ചാടിക്കയറി വെട്ടിയൊന്നും അടിക്കില്ല. കറക്റ്റായിട്ട് അളവൊക്കെ എടുത്ത് കറക്റ്റായിട്ടൊക്കെ വെട്ടി അതിൻ്റെ എല്ലാം കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വെട്ടുള്ളൂ. ഒരു പേപ്പറിൽ പാറ്റേണൊക്കെ വെട്ടിയെടുത്തിട്ടൊക്കെയാണ് അത് വെട്ടുന്നത്. വെഡ്ഡിങ് ബ്ലൗസ് ആണെങ്കിൽ മിനിമം ചാർജ് 600 രൂപ. അതിന് നല്ല ഫിനിഷിങ് വേണം. പിന്നെ അതിനകത്ത് കുറച്ച് കല്ലും മുത്തൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അതനുസരിച്ച് ചാർജ് കൂടുതൽ വരും. പ്രിൻസസ് കട്ട് ബ്ലൗസാണ് അടിക്കണമെങ്കിൽ ഒരു 450 രൂപ മേടിക്കും. പിന്നെ അതിൽ പാടൊക്കെ വെച്ചിട്ടാണ് അടിക്കണമെങ്കിൽ 500 രൂപ മേടിക്കും. ചെറിയ കുട്ടികളുടെ ഉടുപ്പടിക്കണതിന് ഒരു 400 രൂപയാണ് മേടിക്കുന്നത്. അതിനകത്ത് ഒറ്റ ലൈനിങ് മാത്രം ഇട്ടതാണ്. പിന്നെ അതിനകത്ത് നെറ്റൊക്കെ വെച്ചൊക്കെ ആണെങ്കിൽ കുറേ ഫ്രില്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ 500 മേടിക്കും. ഒത്തിരി വർക്കുകളൊക്കെ വരികയാണെങ്കിൽ അതിൽ കൂടുതലൊക്കെ മേടിക്കും. ഗൗൺ അടിക്കുമ്പോൾ ഒരു ലൈനിങ്ങാണ് വെക്കണുള്ളെങ്കിൽ 600 മേടിക്കും. പിന്നെ അതിൻ്റെ ഫ്ലെയറൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്ലെയറൊക്കെ അനുസരിച്ച് കുറച്ച് കൂടുതൽ. പിന്നെ അടിയിലൊക്കെ ഉരുട്ടിയടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ കാശ് ഓരോ മീറ്റർ അനുസരിച്ച് കൂടുതൽ മേടിക്കും. പിന്നെ യൂണിഫോം ആണ്. യൂണിഫോം ഷർട്ടും നിക്കറൊക്കെ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 500 രൂപയാണ് മേടിക്കണത്. പുറത്ത് ജെൻസ് തയ്ക്കുമ്പോൾ അതിൽ കൂടുതലൊക്കെ ചാർജ് അവർ മേടിക്കുന്നുണ്ട്. ലേഡീസ് തയ്ക്കുമ്പോൾ അത്ര ഫിനിഷിങ് കിട്ടില്ലല്ലോ. പെൺകുട്ടികളുടെ ഷർട്ടും പിന്നഫോർ അടിക്കുമ്പോൾ 400 450 മേടിക്കും. പിന്നഫോറിൻ്റെ മോഡൽ അനുസരിച്ചാണ് റേറ്റിൽ വ്യത്യാസം വരും. പെൺകുട്ടികളുടെ ചുരിദാറും കോട്ടും അടിക്കുമ്പോൾ 500 600 അങ്ങനെ റേറ്റിലാണ് മേടിക്കണത്. ഷർട്ടും പാൻറ്റും കോട്ടും അടിക്കുകയാണെങ്കിൽ സ്കൂൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു 1000 രൂപയൊക്കെ മേടിക്കും. +1 +2 പിന്നെ കോളേജ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 1200 1300 മേടിക്കും.